കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ മീറ്റിങ്ങിൽ ലീഡ് ചെയ്യുന്ന പ്രിയ കർത്താവിൻ്റെ ദാസൻ, പ്രിയ മാത്യു ഫിലിപ്പ് പാസ്റ്റർ, ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും പ്രത്യേകമായ സ്നേഹവന്ദനം അറിയുകയും ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവിനെ ഉയർത്തുവാൻ നമുക്ക് ലഭിച്ച നല്ല അവസരത്തെ ഓർത്ത് നിന്നോട് ചേർന്ന് ഞാനും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എത്ര പേർക്ക് ഈ പകല് സന്തോഷമുണ്ട്? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുവാൻ ദൈവം നമുക്കൊരു അവസരം കൂടി ഒരുക്കി. അതൊക്കെ ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മളെക്കാൾ ആരോഗ്യമുള്ള എത്രയോ ആളുകൾ ദിനംപ്രതി ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോകുമ്പോൾ ദൈവം നമ്മുടെ ആയുസ്സിനോട് കരുണ കാണിച്ചു. 28 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു സഹോദരി, 7 മാസം പ്രായമുള്ള ഒരു കുഞ്ഞ് തനിക്കുണ്ട്. ഹൃദയാഘാതം മൂലം ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. നിങ്ങളൊക്കെ അറിഞ്ഞ വാർത്തയായിരിക്കും, UK തന്നെ സംഭവിച്ച കാര്യമാണ്. അതുപോലെ എത്രയോ പ്രിയപ്പെട്ടവർ. പക്ഷെ ദൈവം നമ്മളോട് കരുണ കാണിച്ചത് കൊണ്ട്, നമ്മുടെ ആയുസ്സിനോട് ദൈവം കരുണ കാണിച്ചത് കൊണ്ട് ഇന്ന് പകരം വളരെ സന്തോഷത്തോടെ, നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമ്മളെ കൊണ്ടുവന്നു. അതൊക്കെ ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അല്പസമയം നമുക്ക് ദൈവവചനത്തിൻ്റെ മുൻപാകെ ആയിരിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും വളരെ ശ്രദ്ധയോടുകൂടെ ആയിരിക്കണം. സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കുഞ്ഞുങ്ങളെല്ലാം ശാന്തമായിരിക്കണം. കുഞ്ഞുങ്ങളുടെ അമ്മമാർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, കുഞ്ഞുങ്ങളുടെ പപ്പമാർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. എല്ലാ പ്രിയപ്പെട്ടവരും ആത്മീയ അന്തരീക്ഷം നഷ്ടപ്പെടുത്താതെ ദൈവസന്നിധിയിലാണ് ഇരിക്കുന്നതെന്നുള്ള ആ ബോധ്യത്തോടെ, ദൈവഭയത്തോടെ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. സന്തോഷമുള്ള എല്ലാ പ്രിയപ്പെട്ടവരും കരങ്ങളെ ഉയർന്ന ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ ചിന്തയ്ക്കായി നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ. അവിടെ വായിച്ച വാക്യങ്ങൾ നമുക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒരു സഭയോടുള്ള ദൂതം, സർദീസിലെ സഭയോടുള്ള ദൂതം. ചരിത്ര പശ്ചാത്തലമൊന്നും ഞാൻ പറയുന്നില്ല. ആത്മീക ദൂത് മാത്രം സംസാരിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സഭയോടുള്ള ദൂതം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് സംസാരിക്കുന്നത്. സഭയോടുള്ള ദൂത്. സഭ എങ്ങനെയായിരിക്കണം, സഭ എങ്ങനെ ആയിരിക്കാൻ പാടില്ല, സഭയും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ബന്ധം ഒക്കെ ഈ വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നുണ്ട്. 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. 5 കാര്യങ്ങളും ചിന്തിക്കാനുള്ള സമയം നമ്മുടെ മുൻപിലില്ലാത്തതുകൊണ്ട് ഒരു വിഷയം മാത്രം നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് ദൂത് പറയുമ്പോൾ ഇങ്ങനെ പറയും, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും മരിച്ചവനാകുന്നു ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഒരു മനുഷ്യന്റെ പ്രവൃത്തി മറ്റൊരു മനുഷ്യൻ അറിയാൻ കഴിയാതിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. പേര് ജീവനുള്ളവനെന്നാണ്, പക്ഷേ പരിശുദ്ധാത്മാവ് പറയുന്നു നീ മരിച്ചവനാണ്. പേര് മാത്രമേ ഉള്ളൂ, പക്ഷേ പ്രവൃത്തി മരിച്ചവന്റെ പ്രവൃത്തിയാണ്, മരിച്ചവന്റെ പ്രവൃത്തിയാണ്. ഒരു വ്യക്തിയുടെ പേരാണോ വലുത്, പ്രവൃത്തിയാണോ വലുത്? നിങ്ങളത് പറഞ്ഞേ, പേരാണോ വലുത്, പ്രവൃത്തിയാണോ വലുത്?
ഇവിടെ എല്ലാവരും പേടിച്ചിരിക്കുന്ന പോലെയാണല്ലോ ഇരിക്കുന്നത്. ഓ കർത്താവ് അനുഗ്രഹിക്കുന്ന ശബ്ദമുണ്ടല്ലോ. സ്തോത്രം. ഒരു മനുഷ്യന്റെ പേരല്ല വലുത്, പ്രവൃത്തിയാണ് വലുത്. മത്തായി നല്ല പേരാ, പക്ഷേ ദുഃഖവെള്ളിയാഴ്ചയായി മത്തനായി വീട്ടിൽ വന്നാൽ ആ പേരുകൊണ്ട് വല്ല കാര്യമുണ്ടോ? നല്ല ഓമനത്വമുള്ള നല്ല പേരുള്ള ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ പരിശുദ്ധാത്മ പറയുന്നു, പേര് എന്തുമായി കൊള്ളട്ടെ, പ്രവൃത്തിയാണ് വലുത്, പ്രവൃത്തിയാണ് വലുത്. സഭയോട് പറയുന്നു, പ്രവൃത്തി പൂർണ്ണതയുള്ളതായി കണ്ടില്ല, ദൈവത്തിന്റെ മുൻപിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. നമുക്ക് വായിക്കാം അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 6 മുതൽ ചില വാക്യങ്ങൾ വായിച്ചാൽ. അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിന്റെ 6 മുതൽ ചില വാക്യങ്ങൾ. അവിടെ വായിക്കുന്നു ബർയേശു. ബർയേശു എന്ന വാക്കിനർത്ഥം യേശുവിന്റെ മകൻ എന്നാണ്. പക്ഷെ പരിശുദ്ധാത്മ പറയുന്നു അവൻ കള്ളപ്രവാചകനാണ്, യഹൂദനായ കള്ളപ്രവാചകൻ. പേരിന്റെ അർത്ഥം യേശുവിന്റെ മകൻ. പക്ഷെ ഇവന്റെ പ്രവൃത്തി എങ്ങനെയാ? കള്ളപ്രവാചകന്റെ പ്രവൃത്തി. യഹൂദനായ കള്ളപ്രവാചകൻ എന്ന് വെച്ചാൽ അർത്ഥം എന്താ? ഇവൻ പുറത്തുള്ളവനല്ല, ഇവൻ അകത്തുള്ളവനാണ്. യഹൂദനായ കള്ളപ്രവാചകൻ. ഇനി നമുക്ക് താട്ട് വായിച്ചേ. അവന്റെ താമസം എന്ന് പറയുന്നത് ബുദ്ധിമാന്റെ വീട്ടിലാണ് ഇവൻ താമസിക്കുന്നത്. ഇനി അടുത്തത്, ഇവന്റെ ദൈവവചനം കേൾക്കുവാൻ ആഗ്രഹമുണ്ട്. അടുത്തത്, ഇവന്റെ മറ്റൊരു പേരാണ് എലിമാസ്. വായിച്ചേ. ദൈവവചനം കേൾക്കുവാൻ ആഗ്രഹമുണ്ട്, ബുദ്ധിമാന്റെ വീട്ടിലാണ് താമസം. പക്ഷേ ഇവൻ എതിർത്ത് നിൽക്കുക, ദൈവവചനത്തോട് എതിർത്ത് നിൽക്കുക, മറ്റുള്ളവരുടെ വിശ്വാസത്തോട് എതിർത്ത് നിൽക്കുക. പേരിന്റെ അർത്ഥം യേശുവിന്റെ മകനെന്നാണ്. പക്ഷെ ഇവനെ എതിർക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഇവന്റെ പേര് അങ്ങനെ ഒരു വ്യാപാരമുണ്ട്. അത് പെട്ടെന്നൊന്നും പിടികിട്ടുകയല്ല. പക്ഷെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി ഇവനെ എതിർക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ആത്മീക വിഷയത്തിൽ എതിർക്കുന്ന ഒരു സ്വഭാവം ഇവനോട് മറുതലിക്കുക. ഇവൻ ചേർന്നു വരുന്നില്ല, ഇവന് ഇണങ്ങി കിട്ടുകയില്ല, ആരോടും അടുക്കാത്ത ഒരു സ്വഭാവം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒരു സ്വഭാവമാണ് ഇവനുള്ളത്. നമുക്ക് അടുത്ത വാക്യം വായിച്ചേ. നോക്കുക, യേശുവിന്റെ മകനെ വിളിച്ചത് എങ്ങനെയാ? നിങ്ങളത് പറഞ്ഞേ. പിശാചിന്റെ മകനെ. സഹോദരൻ, അഭിഷിക്തനായ പൗലോസ് അവനെ ഉറ്റു നോക്കിയപ്പോൾ അവൻ ആരാണെന്ന് വെളിപ്പെട്ടു വരികയാ. അവന്റെ ഹൃദയത്തിനകത്തുള്ള സ്വഭാവങ്ങൾ വെളിപ്പെട്ടു വരികയാ. സഹോദരൻ, ഓരോ വിഷയങ്ങളും വെളിപ്പെട്ടു വരികയാ. എത്ര മറച്ചു വെക്കാൻ നോക്കിയാലും പരിശുദ്ധാത്മാവിന്റെ മുൻപിൽ വെളിപ്പെടാതിരിക്കുകയില്ല. നമ്മൾ ഓർക്കും ആരും കാണുന്നില്ലല്ലോ, ആരും അറിയുന്നില്ലല്ലോ. അങ്ങനെയല്ല, വെളിപ്പെടാതിരിക്കുകയില്ല. പിശാചിന്റെ മകന് എന്ന് വിളിച്ചിട്ട് പറയുക, സകലവിധമായ കപടവും കണ്ടോ, സകലവിധമായ ധൂർത്തും നിറഞ്ഞവൻ. യേശുവിന്റെ മകനാണ്. ഇവന്റെ സ്വഭാവമാണ് വെളിപ്പെട്ടു വരുന്നത്. സകലവിധമായി കപടമുള്ളവന്, സ്തോത്രം, സകലവിധമായി ധൂർത്തുമുള്ളവന് വെളിപ്പെട്ടു വരികയാണ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, ദൈവത്തിന്റെ മുൻപിൽ നമ്മൾ ആരായിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. സ്തോത്രം. നമ്മളെ അറിയുന്ന, നമ്മുടെ പ്രവൃത്തികൾ അറിയുന്ന, വാക്കുകൾ അറിയുന്ന, ഹൃദയ നിരൂപണങ്ങൾ അറിയുന്ന തമ്പുരാന്റെ മുന്നിലാണ് നമ്മൾ ഈ പകലും ആയിരിക്കുന്നത്. നമുക്ക് അടുത്ത വാക്യം വായിച്ചേ.
സകല നീതിയുടെ ശത്രുവേ. പിന്നെ കർത്താവിന്റെ നേർവഴികളെ മറച്ചു കളയുക. അടുത്തത് മതിയാക്കയില്ലയോ? ആ നോക്കുക, കർത്താവിന്റെ നേർവഴികളെ മറച്ചു കളയുക. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വഴി എന്ന് പറയുന്നത് നേർവഴിയാണ്. നേർവഴിയാണ്. അത് മറച്ചു കളയുന്ന സ്വഭാവം, മറ്റുള്ളവരുടെ വിശ്വാസം തടുത്തു കളയുന്ന ഒരു സ്വഭാവം, എതിർത്തു നിൽക്കുന്ന ഒരു സ്വഭാവം, സകലവിധമായ കപടവും ധൂർത്തും നിറഞ്ഞ ഒരു സ്വഭാവം. പക്ഷെ അത് വെളിപ്പെടാതിരിക്കുകയില്ല. അത് വെളിപ്പെട്ടു വന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു മനുഷ്യന്റെ പേരല്ല വലുത്, അവന്റെ പ്രവൃത്തിയാണ് വലുത്. പ്രവൃത്തിയാണ് വലുത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് അല്പകാലം മാത്രമേ ഉള്ളൂ. ക്ഷണികമായ ഒരു ജീവിതം, അല്ലെ? ക്ഷണികമായ ഒരു ജീവിതം. അത് 7, 10, ഏറെ ആയാൽ 80, അത്രയൊന്നും എത്താറില്ല. ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ ഏതോ സമയത്തും മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മുടെ കാഴ്ചപ്പാടുകളെ മുന്നോട്ട് വയ്ക്കുക. ഇന്ന് 50 വയസ്സൊന്നും എത്താറില്ല. കർത്താവിന്റെ സ്തോത്രം. എന്നാൽ ദൈവസന്നിധിയിൽ വിശ്വസ്തരായി ജീവിച്ച സ്തോത്രം, ഒരു നിത്യത നമുക്ക് വേണ്ട ദൈവം ഒരുക്കുന്നുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം ചെയ്യുന്നു. അപ്പൊ നമ്മുടെ പേരല്ല വലുത്, നമ്മുടെ പ്രവൃത്തിയാണ് വലുത്. ലേവ്യ പുസ്തകം 21-ാം അധ്യായത്തിന്റെ 16 മുതൽ ചില വാക്യങ്ങൾ വായിച്ചു. ലേവ്യ പുസ്തകം 21-ാം അധ്യായത്തിന്റെ 16 മുതൽ ചില വാക്യങ്ങൾ. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, ആ ശാരീരികമായി വൈകല്യമുള്ള ആരും യഹോവയുടെ ബോധനം അർപ്പിക്കാൻ അടുത്തു വരാൻ പാടില്ല. അത് അഹരോന്റെ സന്താനങ്ങളാണെങ്കിൽ പോലും വ്യവസ്ഥ ഒരുപോലെയാണ്, പ്രമാണം ഒരുപോലെയാണ്. സ്വതന്ത്രം അംഗഹീനതയുടെ ആരും അടുത്തു വരാൻ പാടില്ല. പഴയ നിയമത്തിൽ ശാരീരികമായ വൈകല്യമാണ് ദൈവത്തിന്റെ ബോധനം അർപ്പിക്കാൻ ഒരാളെ അകറ്റി നിർത്തിയിരുന്നുവെങ്കിൽ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ശാരീരികമായ വൈകല്യമല്ല, ആത്മീകമായ വൈകല്യമാണ് വിഷയം. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് നമ്മെ ജീവിപ്പിക്കുന്നു. അപ്പം ശാരീരികമായി വൈകല്യമുള്ള ആരും അടുത്ത് വരാൻ പാടില്ല. നമുക്ക് വായിക്കാം. കുരുടൻ നിർത്തി വായിക്കണേ. കുരുടൻ എന്ന് വെച്ചാൽ അർത്ഥം എന്താ? കാഴ്ചയില്ലാത്തവൻ, അല്ലേ? കാഴ്ചയില്ലാത്തവൻ. കർത്താവ് 2 കുരുടന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നോക്കാൻ പറഞ്ഞു. അവർ നോക്കി. എന്തോ കാണുന്നു? മനുഷ്യരെ കാണുന്നുണ്ട്. പക്ഷെ മനുഷ്യരെങ്ങനെയാ നടക്കുന്നത്? മരങ്ങളെ പോലെ നടക്കുന്നു. എന്താ? പൂർണ്ണമായൊരു കാഴ്ച ലഭിച്ചില്ല. കാഴ്ചയില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. കാഴ്ചപ്പാടില്ലാത്ത ആളുകളുണ്ട്. ദർശനമില്ലാത്ത ആളുകളുണ്ട്. സ്വതന്ത്രം കുരുടന്മാര്, ആത്മീക വെളിച്ചം ലഭിക്കാത്തവര്, ആത്മീക കാഴ്ചപ്പാടില്ലാത്തവര്, ആത്മീക ദർശനമില്ലാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ ആത്മീയ ഗോളത്തിൽ കയറി കൂടിയിട്ടുണ്ട്. ദൈവത്തിന്റെ സ്വതന്ത്രം. ഇന്ന് പകൽ ഞാൻ ചോദിക്കുന്നു, നമ്മുടെ കാഴ്ചപ്പാട് ആത്മീക വിഷയത്തിൽ നമുക്ക് കാഴ്ചയുള്ളവരാണോ? വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ സഭയോട് പറയുക, നിന്റെ കണ്ണിൽ എഴുതുവാൻ ലേപം എന്നോട് വിലയ്ക്ക് വാങ്ങുക. ദൈവത്തിന്റെ വചനമാണ് നമ്മുടെ കണ്ണുകളെ തുറക്കുന്നത്. ദൈവത്തിന്റെ വചനമാണ് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നത്. ഇരുട്ടു മാറ്റി പ്രകാശിപ്പിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനമാണ്. കുരുടന്മാർ. അടുത്തത് മുടമ്പൻ എന്ന് വെച്ചാൽ അർത്ഥം എന്താ? മുടമ്പന്മാര്, ശരിയായി നടക്കാത്തവര്. നടക്കുന്നുണ്ട്, മുടന്തിയ നടക്കുന്നത്, അല്ലേ? എപ്പോഴും നടക്കാൻ പറ്റുന്നില്ല. നടക്കുമ്പോഴൊക്കെ മുടന്തിയ നടക്കുന്നത്. ശരിയായി നടക്കാത്ത ആളുകൾ, വിശ്വാസകോളത്തിലും ശരിയായി നടക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. അവസരം കിട്ടിയിട്ടും സ്വതന്ത്രം യോഗത്തിന് വരാത്ത ആളുകളില്ലേ? സമയം ലഭിച്ചിട്ടും
സഭായോഗത്തിന് വരാത്ത ആളുകളില്ലേ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആരൊന്നും വിടുന്നില്ലല്ലോ. സ്വതന്ത്രം ശരിയായി നടക്കാത്ത ഒരുപാട് ആളുകൾ. നമുക്ക് അടുത്തത് പതിമൂക്കന്മാർ. എന്താ ഈ പതിമൂക്കൻ എന്ന് പറഞ്ഞാൽ? അങ്ങനെയുള്ളവരെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പതിമൂക്കന്മാര് കണ്ടിട്ടുണ്ടോ? ശരിയായി സംസാരിക്കാത്തവര് അല്ലേ? പതിമൂക്കൻ എന്ന് പറഞ്ഞാൽ മൂക്കിനുണ്ടാകുന്ന വൈകൃതമാണ്, പതിഞ്ഞിരിക്കുന്ന മൂക്കം. സ്വതന്ത്രം ഒറ്റ അർത്ഥമുള്ളൂ, ശരിയായി സംസാരിക്കാത്തവർ. അച്ഛൻ അത് രാവിലെ പോവുക, അച്ഛാ എവിടെ പോവാ? ഇവിടം വരെ. അച്ഛൻ കോട്ടയത്തിനുള്ള യാത്ര. ഹൃദയപൂർവ്വം സത്യം പറയാത്ത ഒരുപാട് ആളുകളുണ്ട്. കള്ളം പറയുന്ന ആളുകൾ, മുഖത്ത് നോക്കി കള്ളം പറയുന്ന ആളുകൾ. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെയുള്ളവരൊക്കെ ഈ പതിമൂക്കന്റെ മറ്റൊരു പതിപ്പാണ്. ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുക, കൂട്ടുകാരനോട് ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുക. ദൈവത്തിന്റെ സ്തോത്രം. ഓരോന്നിനും വിശദീകരണം എന്ന സമയം ഒരുപാട് വേണം. അടുത്ത നമുക്ക് വായിക്കാം. അധികാംഗന്മാര്. എന്താ അതിന്റെ അർത്ഥം? ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ. സ്തോത്രം. അഹങ്കാരമുള്ള ആളുകൾ, നിഗളമുള്ള ആളുകൾ, അസൂയുള്ള ആളുകൾ, ഭാവിച്ചുയരുന്ന ആളുകൾ, അവരൊക്കെ അതിന്റെ മറ്റൊരു പതിപ്പാണ്. അടുത്തത് കാലൊടിഞ്ഞവൻ. ഇടക്കാലം കൊണ്ട് സംഭവിച്ചതാണ്. ഇടക്കാലം കൊണ്ട് സംഭവിച്ചതാണ്. രണ്ട് കാര്യങ്ങളാണ്. ഒന്നുകിൽ ഒരു കുറ്റിയെ തട്ടിക്കാണും, അല്ലെങ്കിൽ കുഴിക്കകത്ത് വീട് കാണും. അത്തരം പറഞ്ഞ ആ ഭാഗം വിടുക. കാലൊടിഞ്ഞവൻ. അടുത്തത് കൈയൊടിഞ്ഞവൻ. കർത്താവ് നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കരം ബലപ്പെട്ടിരിക്കുമോ? ബലപ്പെട്ടിരിക്കുമോ? ഒന്നുമില്ലായ്മയിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുമായിരുന്നു. സ്ഥിതിയെല്ലാം മാറിയപ്പോൾ ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. ആ ഭാഗം പറഞ്ഞു വിടുന്നു. അടുത്തത് കൂനന്മാര്. വളർച്ചയില്ലാത്തവരല്ലേ? വളർച്ചയില്ലാത്തവര് കൂനന്മാര്. അവരായുസിൽ മേലോട്ട് നോക്കിയാണ് പറയുന്നത്. അവർക്ക് എപ്പോഴും മണ്ണ അല്ലേ? എൻ്റെ മണ്ണ, എൻ്റെ തോട്ടം എല്ലാം എൻ്റേതാണ്. സ്തോത്രം. മൺമയമായ വിഷയം വിട്ട വിണ്ണിലോട്ട് നോക്കുവാൻ നമുക്ക് കഴിയണം. നിന്റെ നിക്ഷേപം എവിടെ ഇരിക്കുന്നുവോ അവിടെ നിന്റെ ഹൃദയം ഇരിക്കുമെന്നാണ്. ഉയരത്തിലേക്ക് നോക്കുവാൻ നമുക്ക് കഴിയണം. കൂനന്മാർ. അടുത്തതാണ് എന്തോ? സ്തോത്രം. അതും ഒരു ആത്മീക വൈകല്യമാണ്. ആ ഭാഗം ഇവിടെ നടത്തുക. പൂക്കണ്ണ്. ഡിസ്പ്ലേയും ചെറിയ കണ്ണ്, വെള്ളക്കണ്ണ്, കോങ്കണ്ണ്. അതും കണ്ണിന്റെ ഒരു വൈകൃതമാണ് അല്ലേ? നോട്ടം ശരിയാകണമെന്ന്, നോട്ടം ശരിയാകണമെന്ന്. നോട്ടം തെറ്റിപ്പോയ ഒരുപാട് ആളുകൾ വേദപുസ്തകത്തിലുണ്ട്. സ്തോത്രം. ശരിയായ രീതിയിൽ നോക്കുവാൻ കഴിയണം. കർത്താവിന്റെ സ്തോത്രം. ആ ഭാഗം എടുത്ത് അടുത്തത് ചൊറിയന്മാർ. അവിടെ ഒന്ന് നിർത്തി നമ്മളൊന്ന് ചിന്തിക്കാൻ പോവുക. ചൊറിയന്മാർ. നിങ്ങൾ എന്നോട് കൂടെ ഉണ്ടോ? ഒരു ആത്മീയ ഉണർവ് വരുന്നില്ലല്ലേ? ചൊറിയുന്ന നിസാര കാര്യങ്ങളെ ചൊറിഞ്ഞ് വലുതാക്കുന്ന ആളുകൾ. ഒരു കാര്യവും വേണ്ട, ഒരു കാര്യവും വേണ്ട അല്ലേ? നമ്മുടെ വീട്ടിൽ കറണ്ട് പോകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമുണ്ട്. നമ്മുടെ പെട്ടെന്ന് അടുത്ത വീട്ടിലോട്ട് നോക്കും, അവിടെ കറണ്ട് ഉണ്ടോ എന്ന്. അവിടെ കറണ്ട് ഇല്ലെങ്കിൽ നമ്മുടെ ടെൻഷൻ മാറി അല്ലേ? നമുക്ക് പലപ്പോഴും നമ്മുടെ വിഷയങ്ങൾ ആരും അറിയില്ല, മറ്റുള്ളവരുടെ വിഷയങ്ങൾ നമുക്ക് അറിയുകയും ചെയ്യണം. അങ്ങനെ ഒരു സ്വഭാവമാണ് മനുഷ്യനുള്ളത്. ദൈവത്തിന്റെ സ്തോത്രം. ഒരു കാര്യവുമില്ലാതെ വിഷയങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. സഭാ ശുശ്രൂഷയുള്ള ഞങ്ങൾക്കൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു കാര്യവും വേണ്ട. സഭയ്ക്കകത്ത് വഴക്കുണ്ടാക്കുന്നവര്, ഇടർച്ച ഉണ്ടാക്കുന്നവരാ. അങ്ങനെയുള്ള ആളുകളൊക്കെ
ഈ ചൊറിയന്റെ മറ്റൊരു പതിപ്പ. ദൈവത്തിന്റെ സ്തോത്രം. കർത്താവ് എത്ര വട്ടം ക്ഷമിക്കാനാണ് നമ്മളോട് പറഞ്ഞത്? 70 വട്ടം, 490 പ്രാവശ്യം ക്ഷമിക്കാനേ. നമ്മളിൽ എത്ര പേർക്ക് ക്ഷമയുണ്ട്? നമ്മൾ എത്ര പേര് ക്ഷമിക്കുന്നുണ്ട്? എത്ര പേര് സഹിക്കുന്നുണ്ട്? എത്ര പേര് വഹിക്കുന്നുണ്ട്? ക്ഷമിക്കാൻ നമുക്ക് കഴിയുമോ? ദീർഘക്ഷമ ഉള്ളവരായിരിക്കണമെന്ന് കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കുന്നവരായിരിക്കണമെന്ന്. നമുക്ക് ക്ഷമയുണ്ടോ? ക്ഷമിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. സ്വതന്ത്രം. ബലഹീനനെ കൈത്താങ്ങൽ കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? കൂട്ടു സഹോദരനെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? എന്താ നമ്മളിൽ വ്യത്യാസം വന്നത്? കർത്താവിന് സ്വതന്ത്രം. എന്താ നമ്മളിൽ മാറ്റം വന്നത്? ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായിരിക്കണമെന്നാണ്. സ്വതന്ത്രം. നമ്മുടെ ജീവിതത്തിൽ എന്താ വ്യത്യാസമുള്ളത്? പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് ആത്മാർത്ഥമായി സ്നേഹമുള്ള എത്ര പ്രിയപ്പെട്ടവരുണ്ട്? യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം വായിക്കുമ്പോൾ യേശുവിന്റെ ഉയർപ്പിന് ശേഷം സംഭവിക്കുന്ന വിഷയങ്ങളാണ് 21-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുക. കൂടെയുള്ളവർ പറഞ്ഞു, ഞങ്ങളും വരിക. അങ്ങനെ 7 പേരടങ്ങുന്ന സംഘം മീൻ പിടിക്കാൻ പോയി. രാത്രി മുഴുവനും അധ്വാനിച്ചു. ഒറ്റ മീനെ പോലും കിട്ടിയില്ല. കർത്താവ് പറഞ്ഞു, പടകിന്റെ വലത്ത് ഭാഗത്ത് വീശാൻ പറഞ്ഞു. വീശി. വലിയ മീന 153 വലിയ മീന കിട്ടി. കൂട്ടാളികളെ കൂടെ വിളിച്ചു. വല അതേ വലിച്ച് കരക്കടുപ്പിച്ചു. കർത്താവ് പ്രാതൽ ഒരുക്കിയിരിക്കുക. പ്രാതൽ കഴിച്ചോണ്ടിരിക്കുമ്പോൾ പത്രോസിനോട് ഒരു ചോദ്യം. യോഹന്നാന്റെ മകനായ ശീമോനെ, ഇവരെക്കാൾ അധികം നീ എന്നെ സ്നേഹിക്കുന്നുവോ? പ്രതീക്ഷിക്കാത്ത ചോദ്യമാണ്. നീ എന്നെ സ്നേഹിക്കുന്നുവോ? കർത്താവേ. 2-ാം പ്രാവശ്യം ചോദിച്ചു. 3-ാം പ്രാവശ്യം ചോദിച്ചു. 3-ാം പ്രാവശ്യം പത്രോസിന് കാര്യം മനസ്സിലായി. യേശുവിനോട് എന്തുമാത്രം സ്നേഹമുണ്ടായെന്ന് മനസ്സിലായി. ഞാൻ അവനെ അറിയണമെന്ന് ആണയിട്ടത്, പ്രാഗിയത് എല്ലാവന്റെ മനസ്സിലേക്ക് ഓടി വന്നു കാണും. പത്രോസ് പറഞ്ഞു, കർത്താവേ, നീ സകലതും അറിയുന്നു. അവിടെയാണ് പത്രോസിന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടായത്, വ്യത്യാസമുണ്ടായത്. ദൈവം അതിനുശേഷമാണ് പത്രോസിനെ ഉപയോഗിക്കാൻ വേണ്ടി ആരംഭിച്ചത്. ഇന്ന് പകല എന്റെ പ്രിയപ്പെട്ടവരോട് ഹൃദയംഗമായിട്ട് ഞാൻ ചോദിക്കുക, ദൈവത്തെ സ്നേഹിക്കുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്? ആത്മാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്? പ്രതികൂലങ്ങൾ വന്നാലും, നിന്ദകളോ പരിഹാസങ്ങളോ വേദനകളോ കണ്ണുനീരോ അതെല്ലാം വന്നാലും ദൈവത്തെ സ്നേഹിക്കുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്? ദൈവത്തിന്റെ സ്തോത്രം. നമ്മൾ ക്ഷമിക്കുന്നവരായിരിക്കണം. അപ്പം അതുകൊണ്ട് അടുത്ത് വായിച്ചേ. പൊരിച്ചൊടുക്കാതെ ത്വക്ക് രോഗമാണ്, സ്കിന്നുമായി ബന്ധപ്പെട്ടുള്ളതാണല്ലേ. ചില ആളുകളുടെ ജീവിതത്തിൽ എത്ര വചനം കേട്ടാലും മാറ്റാൻ കഴിയാത്ത ചില സ്വഭാവമുണ്ട്. എത്ര പ്രാർത്ഥിച്ചാലും മാറ്റാൻ കഴിയാത്ത സ്വഭാവം. അവരൊക്കെ ഈ പൊരിച്ചുണങ്ങിട്ട് മറ്റൊരു പതിപ്പാണ് ആ ഭാഗം കൊണ്ട് നടന്നത്. ഷണ്ണന്മാര് സ്വർഗരാജ്യ നിമിത്തവും മനുഷ്യർ നിമിത്തവും ഷണ്ണന്മാരായിട്ടുള്ളവരെ നമുക്കറിയാം ആ ഭാഗം വിടുന്നു. ശാരീരികമായ വൈകല്യമല്ല, ആത്മീകമായ വൈകല്യം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ കർത്താവ് പറയുന്നു, ഇന്ന് പകല് അതിനൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ, ഒരു വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഞാൻ എൻ്റെ സഭയിൽ പഠിപ്പിക്കുന്നത് മാനസാന്തരത്തെ കുറിച്ചാണ്. എല്ലാ ഞായറാഴ്ചയും മാനസാന്തരവുമായി ബന്ധപ്പെട്ട വിഷയമാണ് അവിടെ സംസാരിക്കുന്നത്. വചനം കേൾക്കുമ്പോൾ കരയുന്നവരെ കണ്ടിട്ടുണ്ട്, സമർപ്പിക്കുന്നവരെ കണ്ടിട്ടുണ്ട്, സ്നാനപ്പെട്ടിട്ട് വർഷങ്ങളായി അന്യഭാഷ പറയുകയൊക്കെ ചെയ്യുന്നവര്,
സഭയിൽ എല്ലാ കാര്യത്തിലും മുൻപന്തിയില്ല. പക്ഷേ മാനസാന്തര വചനം കേൾക്കുമ്പോൾ അനുതാപ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ഇവിടെയുള്ള ദൈവസഭയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് നിങ്ങളുടെ ജീവിതത്തിൽ എത്ര പേരോട് ദൈവാത്മാവ് സംസാരിച്ചിട്ടുണ്ട്? എന്തൊക്കെയോ മാറ്റം വേണമെന്ന് ഒരു ബോധ്യം നമുക്കില്ലേ? എവിടെയൊക്കെയോ വ്യത്യാസം വേണമെന്ന് നമുക്ക് തോന്നിയിട്ടില്ലേ? ഇങ്ങനെ പോയാൽ ശരിയാകിയെന്നൊക്കെ നമുക്ക് തോന്നിയിട്ടില്ലേ? എന്താ മാനസാന്തരപ്പെടാത്തത്? എന്താ അനുതാപം ഉണ്ടാകാത്തത്? ഒരിക്കൽ യാക്കോബ പള്ളിയിലെ ഒരു അച്ഛനോട് സുവിശേഷം പറയാൻ വേണ്ടി ഞാനും എൻ്റെ ഒരു സ്നേഹിതനും പാസ്റ്ററും കൂടി കടന്നു. അച്ഛനോട് സുവിശേഷം പറഞ്ഞപ്പോൾ അച്ഛൻ ഇങ്ങോട്ട് പറഞ്ഞു, മാനസാന്തരപ്പെട്ടവർ മാനസാന്തരപ്പെടാത്തത് കൊണ്ടാണ് മാനസാന്തരപ്പെടാത്തവർ മാനസാന്തരപ്പെടാത്തത്. നിങ്ങൾക്ക് മനസ്സിലായോ? മാനസാന്തരപ്പെട്ടവർ മാനസാന്തരപ്പെടാത്തത് കൊണ്ടാണ് മാനസാന്തരപ്പെട്ടവർ മാനസാന്തരപ്പെടാത്തത്. അച്ഛൻ ഞങ്ങളോട് പറഞ്ഞു, ഉപദേശിയെ, നിങ്ങൾക്ക് ഉപദേശമുണ്ട്, നിങ്ങൾക്ക് പ്രസംഗമുണ്ട്, നിങ്ങൾക്ക് വചനമുണ്ട്, പക്ഷേ നിങ്ങൾക്ക് ജീവിതമില്ല. അച്ഛൻ അടുത്തത് പറഞ്ഞു, ഞങ്ങൾക്ക് ഉപദേശമില്ല, ഞങ്ങൾക്ക് പ്രസംഗമില്ല, ഞങ്ങൾക്ക് വചനമില്ല, പക്ഷേ ഞങ്ങൾക്ക് ജീവിതമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ സ്വയമായിട്ടൊന്ന് പരിശോധിക്കുക. കർത്താവേ, അങ്ങയുടെ ഹിതത്തിന് വിരോധമായി ഏതെങ്കിലും പാപ സ്വഭാവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിന് മാറ്റം വരുത്തുവാൻ എന്നെ സമർപ്പിക്കുകയാണെന്ന് പറഞ്ഞ ദൈവസന്നിധിയിൽ ഏറ്റുപറയുവാൻ നമുക്ക് ഇന്ന് പകൽക്കാലം കഴിയട്ടെ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് എഫേസ്യ ലേഖനം എടുത്തേ. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തിയല്ല, അത് ആളത്വമുള്ളതാണ് പരിശുദ്ധാത്മാവ്. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. എന്ത് വായിച്ചാട്ടെ? വീണ്ടെടുപ്പ് നാളെ ഞാൻ മുദ്രയിട്ടിരിക്കുന്നു. ഇനി എല്ലാ കയ്പും നിർത്തണേ. എല്ലാ കയ്പും, നമുക്ക് ആരോടെങ്കിലും കയ്പുണ്ടോ? ഉണ്ടോ? നമുക്ക് ആരോടൊരു കുഴപ്പമില്ലല്ലേ? എല്ലാ കയ്പും, നമ്മുടെ ഉള്ളിൽ ആരോടെങ്കിലും കയ്പുണ്ടോ? എല്ലാ കയ്പും. തിരുവത്താഴ ശുശ്രൂഷ നടത്തുമ്പോൾ കർത്താവിന്റെ ശരീരത്തെ വിവേചിക്കാതെ ഈ അപ്പം തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. ഞാൻ തിരുവത്താഴം എടുത്തില്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് എന്ത് തോന്നും? എൻ്റെ സഭയിലുള്ളവർക്ക് എന്ത് തോന്നും? അതുകൊണ്ട് അങ്ങ് എടുത്തേക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് പറഞ്ഞ ശോധന ചെയ്യുവാൻ നമുക്ക് കഴിയട്ടെ. നമുക്ക് ആരോടെങ്കിലും കയ്പുണ്ടോ? നീ യാഗം അർപ്പിക്കാൻ വരുമ്പോൾ സഹോദരൻ എന്തെങ്കിലും ഉണ്ടെന്ന് നിനക്ക് തോന്നിയാൽ നിന്റെ യാഗവസ്തുവിടെ വെച്ച് ആദ്യം പോയി നെരുപ്പ് ദ്രാവിക്കാനാണ് കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു നിരപ്പിന്റെ ശുശ്രൂഷയാണ്. നമുക്ക് ആരോടെങ്കിലും കയ്പുണ്ടോ? പക്ഷെ എനിക്ക് ആരോടും കയ്പില്ല, പക്ഷെ ഞാൻ കൈ കൊടുക്കുകയില്ല, ഞാൻ മിണ്ടുകയും ചെയ്യുന്നില്ല. പക്ഷെ എനിക്കൊരു പ്രശ്നമില്ല, എനിക്ക് ആരോടും കയ്പില്ല. കർത്താവിന് സ്തോത്രം. അടുത്തിരിക്കുന്നവർക്ക് പോലും ഒന്ന് കൈ കൊടുക്കാൻ കഴിയാത്ത ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്ന് ചിരിക്കാൻ കഴിയാത്ത ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും കയ്പിന്റെ അനുഭവം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ കർത്താവ് പറയുന്നു, ഇന്നതിനൊരു മാറ്റം ഉണ്ടാകട്ടെ. എല്ലാ കയ്പും. അടുത്തത് കോപം. നമുക്ക് കോപം
കോപമില്ലാത്തവനായി ആരുമില്ല. ജനിച്ചു വീഴുന്ന കുഞ്ഞിന് വരെയും കോപമുണ്ട്, അല്ലേ? പക്ഷേ കോപിച്ചാൽ പാപം ചെയ്യരുത്. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നിരപ്പ് പ്രാപിക്കുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ വീട്ടിലൊക്കെ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ഭർത്താവിന് ഭാര്യയോട് ഏതെങ്കിലും ഒരു വിഷമമുണ്ടെങ്കിൽ നിരപ്പ് പ്രാപിക്കണം, അല്ലെങ്കിൽ കർത്താവ് പ്രാർത്ഥന കേൾക്കുകയില്ല. ആ പ്രാർത്ഥനയ്ക്ക് പറയുന്നതാ ജലപ്പനം എന്നാ പറയുന്നത്. കർത്താവ് കേൾക്കുകയാണ് പ്രാർത്ഥന. ക്രമീകരണം വരുത്തണം. ഭാര്യ ഭർത്താവ് ക്രമീകരണം വരുത്തണം. കുഞ്ഞുങ്ങളുമായി ക്രമീകരണം വരുത്തണം. മാതാപിതാക്കളുമായി ക്രമീകരണം വരുത്തണം. കോപം നിയന്ത്രിക്കുവാൻ കഴിയാത്ത ആളുകളുണ്ട്, നിയന്ത്രിക്കുവാൻ കഴിയാത്ത ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, മാനസാന്തരപ്പെടുവാൻ കഴിയണം. ഹല്ലേലൂയ. ഇതിനകത്ത് കോപമില്ലാത്തവര് ഒന്ന് കൈവക്കാൻ പറഞ്ഞാൽ ഞാനടക്കമുള്ളവരാരും കൈവക്കുകയല്ല. കാരണം നമുക്കെല്ലാം കോപമുള്ളവരാണ്. പക്ഷെ അതിനെ കൺട്രോൾ ചെയ്യുവാൻ, നിയന്ത്രിക്കുവാൻ നമുക്ക് ഇന്ന് പകല് കഴിയണം. കോപം. അടുത്തത് ക്രോധം. അത് ഈ കോപത്തിന്റെ ചേട്ടനാണ് ക്രോധം. അതിന് അടുത്തത് കുറ്റാരോപം. പിന്നെ അടുത്തത് ദൂഷണം പറയുക. സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. ഇതൊരു ഒഴിഞ്ഞുപോക്കാണ്, ഇതൊരു വിട്ടുതല ശുശ്രൂഷയാണ്. എന്നെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. നിങ്ങളുടെ തലയിൽ കൈവച്ചൊന്നും ആരും ഒന്ന് പറയണ്ട. നിങ്ങൾ തന്നെ പറയണം, യേശുവിന്റെ നാമത്തിൽ കോപം എന്നെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. ക്ഷമിക്കുവാൻ കഴിയാത്തത് എന്നെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. അതൊരു പൈശാചിക വ്യാപാരമാണ്. അത് എന്നെ വിട്ടു പോകട്ടെ. എനിക്കൊരു വിടുതൽ പ്രാപിക്കണം. സങ്കീർത്തനക്കാരൻ പറയുന്നു, നീ നിന്നെ തന്നെ വിടുവിക്കാം. പക്ഷി വേട്ടക്കാരന്റെ കെണിയിൽ നിന്നെന്ന വണ്ണം നീ നിന്നെ തന്നെ വിടുവിക്കുക. പ്രിയപ്പെട്ടവരെ, വിടുതൽ പ്രാപിക്കുവാൻ കഴിയാതെ വണ്ണം നാം നമ്മെ തന്നെ ബന്ധിച്ചിരിക്കുകയാ, നമ്മെ തന്നെ കെട്ടിയിട്ടിരിക്കുകയാ. യേശുവിന്റെ നാമത്തിൽ ഈ പാപ സ്വഭാവത്തിന്റെ ചങ്ങലകൾ ഇന്ന് പകരം പൊട്ടിമാറുവാൻ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? എത്ര പേർക്ക് ഒരു വിടുതൽ പ്രാപിക്കണമെന്ന് ഇന്ന് പകല് ആഗ്രഹമുണ്ട്? യേശുവിന്റെ നാമത്തിൽ എന്നെ വിട്ടു പോകട്ടെ. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഒരു വിടുതൽ പ്രാപിക്കുവാൻ, ദൈവസന്നിധിയിലേക്ക് നമ്മെ സമർപ്പിക്കുവാൻ നമുക്ക് കഴിയണം. ഒരനുതാപം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ദൈവവചനം കേൾക്കുമ്പോൾ വാവിട്ട് കരയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവവചനം യഥാർത്ഥമായി ഹൃദയത്തിൽ ക്രിയ ചെയ്യുമ്പോൾ ഇരുവായുത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയുള്ള ദൈവത്തിന്റെ വചനം ഹൃദയത്തിലേക്ക് ആഴമായി ഇറങ്ങുമ്പോൾ സ്വത്രം അതേ വാവിട്ട് കരയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. വചനം കേൾക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ നമ്മുടെ കണ്ണുനീര് വരുവാൻ നമുക്ക് കഴിയട്ടെ. ഹൃദയത്തിൽ അനുതാപം ഉണ്ടാകുവാൻ കഴിയട്ടെ. മാനസാന്തരത്തിലേക്ക് കടന്നു വരുവാൻ ഇന്ന് പകല് ദൈവം നമുക്ക് അവസരം ഒരുക്കിയിരിക്കുകയാണ്. പാപ സ്വഭാവങ്ങൾ ഇത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതാണ്. എന്തുകൊണ്ട് ആരാധന വെളിപ്പെടാതിരിക്കുന്നത്? എന്തുകൊണ്ട് ആരാധിക്കുവാൻ കഴിയാതിരിക്കുന്നത്? എവിടേക്കെയോ നമ്മൾ വരിഞ്ഞ് മുറുക്കിയിരിക്കുകയാ. ഇന്ന് പകലതൊക്കെ പൊട്ടി മാറുവാൻ ദൈവകരങ്ങളിലേക്ക് നമ്മെ ഇന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. പണ്ടൊക്കെ ദൈവത്തെ ആരാധിച്ചത് ഓർമ്മയില്ലേ? മുഴങ്കാലുകളിരുന്ന് മണിക്കൂറുകളോളം ദൈവത്തെ ആരാധിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ സാഹചര്യങ്ങൾ മാറി, ആരാധിക്കുവാൻ കഴിയുന്നില്ല. യാന്ത്രികമായി 2 മണിക്കൂറോ 2.5 മണിക്കൂറോ ഇവിടെ വന്ന് ഇന്നയിച്ച് നമ്മൾ പോവുകയാ. ആരാധനയിൽ ഒരു സന്തോഷവും നമുക്ക് ഉണ്ടാകുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകല്
ഹൃദയംഗമായി ദൈവത്തെ ആരാധിക്കുവാൻ നമ്മുടെ ഹൃദയത്തിൽ ഒരു ശുദ്ധീകരണം വെളിപ്പെടുവാൻ വേണ്ടി എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ഹല്ലേലൂയ. നിങ്ങൾക്ക് ഒരു ഉണർവ് പ്രസംഗമായി തോന്നിയില്ലേ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില പ്രിയപ്പെട്ടവരുടെ ഉള്ളിൽ ശാന്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. എവിടെയൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ സ്പർശിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാ. ഇന്ന് യോഗത്തിൽ കടന്നു വന്നത് വെറുതെയല്ല, ദൈവം നിങ്ങളെ കൊണ്ടുവന്നതാണ്. ഇന്ന് മകള് ഒരു വിടുതല സംഭവിക്കാൻ വേണ്ടി പോവുകയാ. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. വളരെ വേഗത്തിൽ എന്റെ വാക്കുകൾ നിർത്തുവാൻ വേണ്ടി പോവുകയാണ്. ദൈവസഭയ്ക്ക് ജീവനുണ്ട് എന്ന് എങ്ങനെ അറിയാം? ദൈവസഭയ്ക്ക് ജീവനുണ്ട് എന്നെങ്ങനെ അറിയാം? സമാഗമന കൂടാരം പഠിക്കുമ്പോൾ പ്രാകാരമുണ്ട്, പരിശുദ്ധ സ്ഥലമുണ്ട്, അതിപരിശുദ്ധ സ്ഥലമുണ്ട്. അതിപരിശുദ്ധ സ്ഥലത്തേക്ക് മഹാപുരോഹിതനായ അഹരോൻ വർഷത്തിൽ ഒരു പ്രാവശ്യം പ്രവേശിക്കുന്നു. മഹാപുരോഹിതനാണെങ്കിലും തന്റെ ജീവിതത്തിൽ ഏതെങ്കിലും അശുദ്ധി ഉണ്ടെങ്കിൽ താൻ അതിനകത്ത് വീണു മരിക്കും. മഹാപുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്ത് വീണു മരിച്ച അതിനകത്ത് കയറിയെടുക്കുവാൻ പ്രമാണമില്ലാതിരിക്കുമ്പോൾ മഹാപുരോഹിതൻ ധരിക്കുന്ന വസ്ത്രത്തിൽ നടുക്കെട്ട് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ ഒരു ചങ്ങല കെട്ടി പ്രാകാരത്തിലേക്ക് നീട്ടി ഇട്ടിരിക്കും. മഹാപുരോഹിതൻ മരിച്ചു വീണാൽ ആ ചങ്ങലയുടെ അറ്റം വലിച്ചു മാത്രമേ മഹാപുരോഹിതന് പുറത്തെടുക്കുവാൻ പാടുള്ളൂ. നമ്മുടെ മഹാപുരോഹിതനായ യേശു ക്രിസ്തു പിതാവിന്റെ വലത്ത് ഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നുവെന്ന് എങ്ങനെ മനസ്സിലാക്കാം? തന്റെ സഭയിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ജീവൻ കൊണ്ട് നമുക്കത് തിരിച്ചറിയാം. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നു എന്ന് എനിക്കറിയത്തില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ടാണ് ദൈവസഭയ്ക്ക് ജീവനുണ്ട് എന്നറിയുന്നത്. ചലിക്കുന്ന എല്ലാ പ്രാണികളും ചലനമുണ്ടാക്കി ജീവൻ പ്രാപിക്കും. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമില്ലാത്ത സഭ അത് മരിച്ച സഭയാണ്. പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത കൂട്ടായ്മ വളരുകയില്ല. അത് സൂക്ഷിക്കുക മാത്രമേ ഉള്ളൂ. ഇന്ന് പകല് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നമ്മുടെ സഭയിൽ വെളിപ്പെടുവാൻ എത്ര പ്രിയപ്പെട്ടവര് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളെ പറ്റി പിടിക്കുന്ന ഒന്നും ഈ ലോകത്തിൽ ഉണ്ടായിരിക്കരുത്. നമ്മെ കുരുക്കിക്കളയുന്ന ഒന്നും ലോകത്തിൽ ഉണ്ടായിരിക്കരുത്. ഒരിക്കൽ ഈച്ച ചിലന്തയുടെ ക്ഷണം സ്വീകരിച്ച് ചിലന്തയുടെ കൊട്ടാരം കാണാൻ വേണ്ടി ഒരു മൂളിപ്പാട്ടും പാടി കടന്നുപോയി. വിശേഷങ്ങളൊക്കെ പറഞ്ഞ തിരിച്ചു പോരാൻ ഈച്ചയ്ക്ക് പറ്റിയില്ല. ഈച്ച ചിലന്തി വലക്കകത്ത് കുടുങ്ങിയതുപോലെ ഒരു ഭക്തൻ കുടുങ്ങിപ്പോകരുത്. ആന വാരിക്കുഴിക്കകത്ത് വീണതുപോലെ, മീൻ ചൂണ്ടക്കകത്ത് കുടുങ്ങിയതുപോലെ, പന്നിക്കുഴിക്കകത്ത് അത് കുരുങ്ങിപ്പോയതുപോലെ ഒരു ഭക്തനെ കുരുക്കുന്ന ഒന്നും ഈ ലോകത്തിൽ ഉണ്ടായിരിക്കരുത്. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. അല്പസമയം ഒരുമിച്ചുള്ള പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവസന്നിധിയിൽ ആരും മൗനമായിരിക്കരുത്. രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും ദൈവത്തിന് സ്വാതന്ത്ര്യയാഗം അർപ്പിച്ചുകൊണ്ടിരുന്നേ. ഹല്ലേലൂയ. നമ്മുടെ സ്ഥിതികൾക്കെല്ലാം മാറ്റം വരുത്തുവാൻ ദൈവത്തിന് കഴിയും. നമ്മുടെ കൺവാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സന്തോഷം അനുഭവിക്കുവാൻ, സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ ദൈവസന്നിധിയിൽ നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ജീവനുള്ളവനെന്ന പേരല്ല, യഥാർത്ഥമായ ജീവന്റെ ലക്ഷണമാകുന്ന ചലനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ആത്മീകമായ ഒരു ജീവൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. എന്റെ സഹോദര, എത്രയോ മാസങ്ങളായി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ദൈവത്തെ ഒന്ന് ആരാധിച്ചിട്ട്, സഹോദരിയെ എത്രയോ മാസങ്ങളായി ആത്മാവിൽ ഒന്ന് സന്തോഷിച്ചിട്ട്
ദൈവസന്നിധി കടന്നു വന്ന സമയങ്ങൾ പോകുന്നതല്ലാതെ ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. ആരാധനയുടെ ഒരു സന്തോഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാല ജീവിതത്തിൽ മാറ്റേണ്ടതെല്ലാം മാറ്റിക്കൊണ്ട്, ഉപേക്ഷിക്കേണ്ടതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു പുതിയ തീരുമാനമെടുക്കുവാൻ, ഒരു സമർപ്പണത്തിലേക്ക് കടന്നു വരുവാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്, ഹൃദയത്തോട് വാദിക്കുകയാണ്, സംസാരിച്ചുകൊണ്ടിരിക്കുകയാ. എന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് പുറകോട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഇന്ന് പകല് ഞാനത് മടങ്ങി വരുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം ആഗ്രഹിക്കുന്ന പോലെ എനിക്കൊന്ന് ജീവിക്കണം. ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ എനിക്കൊരു ആത്മീക ജീവിതം നയിക്കണമെന്ന് ആഗ്രഹമുള്ള യാത്ര പ്രിയപ്പെട്ടവരുണ്ട്. നിങ്ങളുടെ വലത് കൈ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാ. സഭയിൽ ഒരു വ്യത്യാസം ഉണ്ടാകട്ടെ, സഭയിൽ ഒരു ഉണർവുണ്ടാകട്ടെ, ഒരു ആത്മീക ജീവൻ ഉണ്ടാകട്ടെ, സ്ഥിതികൾക്കൊക്കെ മാറ്റം വരട്ടെ, സഭയ്ക്ക് വളർച്ച ഉണ്ടാകട്ടെ, പുതിയ ആത്മാക്കൾ കടന്നു വരട്ടെ, ദൈവസഭ പണിയപ്പെടട്ടെ, പൈശാചിക ഭോരികൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ദൈവസഭയ്ക്ക് വിനോദമായി വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന, ചിതറിച്ച് കളയുമെന്ന്, ഒരുമിച്ച് കൊണ്ടുപോകുകയാണെന്ന് വെല്ലുവിളിക്കുന്ന, വാദിക്കുന്ന ഇരുട്ടിന്റെ ഭോരികൾ, ദേശാധിപതിയുടെ ഭോരികൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകരം അഴിഞ്ഞു മാറട്ടെ. നിന്നെ രോഗിയാക്കി കിടക്കയിലാക്കുമെന്ന് വെല്ലുവിളിക്കുന്ന, കുടുംബ ജീവിതത്തോട് പോരാടിക്കൊണ്ട് നിൽക്കുന്ന ഭോരികൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകരം അഴിഞ്ഞു മാറട്ടെ. ദൈവസന്നിധിയിൽ വന്നവരാരും മൗനമായിരിക്കാതെ താരങ്ങളെ അടിച്ച് ശക്തമായി ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കാമോ? എവിടെയൊക്കെയോ സംഭവിക്കുവാനുണ്ട്, എവിടെയൊക്കെയോ ശരിയാക്കുവാനുണ്ട്, മാനസാന്തരപ്പെടാനുണ്ട്, അനുഭവിക്കുവാനുണ്ട്. ദൈവസഭയെ ഇന്ന് പകരം ഒരു മടങ്ങിവരവിലേക്ക് കടന്നു വരുവാൻ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനായി ഞങ്ങളുടെ ദൈവമേ, ഒരു നല്ല പകല് അങ്ങ് ഞങ്ങൾക്ക് ദാനം ചെയ്തല്ലോ. അങ്ങയുടെ പാദമെടുത്തിൽ അല്പസമയം ദൈവവചനമായി ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ അവിടുന്ന് അവസരം ഒരുക്കുന്നതിനായി സ്തോത്രം. വചനത്തിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് ശാന്തമായി ഞങ്ങളോട് ഇടപെട്ടതുപോലെ മാനസാന്തരത്തിന് യോഗ്യമായി ഫലം കായ്ക്കുവാൻ അനുതാപത്തോടെ, തീരുമാനത്തോടെ, സമർപ്പണത്തോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ കർത്താവ് ഞങ്ങളെ വളരെ സഹായിക്കണം എന്ന് ഞങ്ങൾ അവയോട് പ്രാർത്ഥിക്കുന്നു. തീരുമാനമെടുത്ത ഞങ്ങളെല്ലാം പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. എല്ലാവരും അവിടെ അനുഗ്രഹിക്കണമേ. ഈ ദൈവസഭയ്ക്ക് വേണ്ടി ദൈവദാസന്മാരായ ദൈവമക്കളായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധനയ്ക്ക് വ്യത്യാസം വരട്ടെ, ആത്മീക ശുശ്രൂഷയ്ക്ക് വ്യത്യാസം വരട്ടെ, സഭ വളരട്ടെ കർത്താവേ, സഭ വളരട്ടെ കർത്താവേ, ആത്മാക്കൾ വരട്ടെ കർത്താവേ, തടസ്സങ്ങൾ മാറട്ടെ. ദൈവസഭയിൽ വരുന്നവന് വിടുതൽ പ്രാപിക്കട്ടെ, ദൈവസഭയിൽ വരുന്നവന് വിടുതൽ പ്രാപിക്കട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. എന്തോളം സമയം തന്ന ദൈവസഭയോട്, ദൈവമക്കളോട് നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തുന്ന ദൈവം നമ്മെ അനുഗ്രഹിക്കും.